മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. അങ്ങു കിഴക്ക് സൂര്യനുദിച്ചാൽ നേരം പുലരുമല്ലോ. മേലോട്ടു നോക്കിയാൽ അന്നേരം നല്ലൊരു സൂര്യനെ കാണാമല്ലോ, സൂര്യനെ കാണാമല്ലോ. മേഘങ്ങൾ ചിത്രം വരയ്ക്കുന്നൊരാകാശം കാണേണ്ട കാഴ്ചയല്ലേ? മഴമേഘം വന്നു കറുപ്പിച്ചൊരാകാശം കാണാനിരുട്ടുമല്ലേ? ഏഴു നിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം, ഏഴു നിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം. രാത്രിയിൽ നക്ഷത്രക്കൂട്ടമായി ചന്ദ്രൻ ചിരിക്കുന്ന നേരമായി. ചെറുതായി വലുതായി വട്ടത്തിൽ നീളത്തിൽ ചന്ദ്രനോ മാറി മാറി, ചന്ദ്രനോ മാറി മാറി. സൂര്യനും ചന്ദ്രനും നക്ഷത്രക്കൂട്ടവും മഴയും മഴമേഘവും മഴവില്ലു തെളിയുന്നൊരാകാശം. അങ്ങനെ കാഴ്ചകൾ എത്രയാണ്, കാഴ്ചകൾ എത്രയാണ്. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം.
പമ്മിരുന്നിടും കുഴിയാന മണ്ണിലെ ഭീമനാം വണ്ണമുള്ളവനാം പൊണ്ണത്തടിയൻ കരിവീരൻ കാട്ടാന പിന്നോട്ട് നടന്നിട്ട് വട്ടത്തിൽ ചുറ്റിട്ട് മണ്ണാലെ കുഴികൾ തീർക്കും കുഴിയാന കുഴിയാലൊളിച്ചിട്ട് ഇരയെ പിടിച്ചിട്ട് വയറിൻ വിശപ്പകറ്റും കുഴിയാന മണ്ണിൻ കൂനകളിൽ കുഞ്ഞിക്കുഴികളിലായി പമ്മിരുന്ന്
മന്ത്രി, നമ്മുടെ ഈ കിരീടം മാറ്റാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. പുതിയൊരെണ്ണം ഉണ്ടാക്കിയാലോ? എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? അങ്ങയുടെ ഇഷ്ടം പോലെ. നമ്മുടെ ഖജനാവിൽ തന്നെ അങ്ങ് ഉപയോഗിക്കാത്ത ഒരുപാട് കിരീടങ്ങൾ കിടപ്പുണ്ട്. പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതിലും നല്ലത് അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നതല്ലേ? പുത്തൻ പണം ചിലവാകുകയുമില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ മുത്തച്ഛന്മാരുടെ കാലത്ത് അമൂല്യമായ കോഹിനൂർ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമുണ്ട്. അത് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരവിടെ? നമ്മുടെ ഖജനാവിലുള്ള കോഹിനൂർ കിരീടം എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഉത്തരവ് രാജൻ. പെട്ടെന്നാണ് ഭടന്മാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കോഹിനൂർ കിരീടം വെച്ച സ്ഥലത്ത് കിരീടം കാണാനില്ല. ദൈവമേ, നമ്മുടെ രാജാവിന്റെ വിലപിടിപ്പുള്ള കോഹിനൂർ കിരീടം കാണാനില്ല. എന്ത്? സൂക്ഷിച്ചു നോക്ക്, നിലത്തെവിടെങ്കിലും വീണ് കിടപ്പുണ്ടാവും. ഭടന്മാർ ആ ഖജനാവ് മുഴുവൻ അരിച്ചു പെറുക്കി, പക്ഷെ കിരീടം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ത്? നമ്മുടെ കോഹിനൂർ കിരീടം കാണാനില്ലെന്നോ? നിങ്ങളൊക്കെ പിന്നെ എന്ത് കാവൽക്കാരാണ്? ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? പറയൂ. എനിക്ക് അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. പ്രഭു, കള്ളനെ ഞാൻ കണ്ടുപിടിക്കാം. കിരീടം കൊട്ടാരം വിട്ട് പുറത്തു പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. രാജാവിന്റെ കിരീടം മോഷ്ടിക്കാൻ ആർക്കാണ് ഇത്രയും ധൈര്യമുണ്ടായത്? പുതുതായി നിയമിച്ച ഭടന്മാരെ നമുക്ക് മുന്നിൽ ഹാജരാക്കാൻ പറയുക. മന്ത്രി, നമ്മുടെ കോഹിനൂർ കിരീടം കൊട്ടാരത്തിലെ ഭടന്മാർ മോഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതിനെന്തെങ്കിലും തെളിവോ സാക്ഷികളോ ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഭു, താങ്കളെപ്പോലെ ഞാനും നമ്മുടെ ഭടന്മാരെ വിശ്വസിക്കുന്നു. എന്നാൽ പുതുതായി നിയമിച്ച 4 ഭടന്മാരുണ്ട്. അവരെ പരിശോധിക്കാൻ എന്നെ അനുവദിക്കൂ. ശരി, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ആരവിടെ? ആ 4 ഭടന്മാരോട് രാജകോടതിയിൽ ഹാജരാകാൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട കോഹിനൂർ കിരീടം ഖജനാവിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. കള്ളനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഇത് വെറും സാധാരണ മാമ്പഴങ്ങളല്ല. കൊട്ടാര തന്ത്രിമാർക്ക് കൊടുത്ത് മന്ത്രം ജപിച്ച പ്രത്യേകതയുള്ള 4 പച്ച മാമ്പഴങ്ങളാണ് ഇത്. മന്ത്രി, ഇത് സമ്മാനിക്കാനാണോ ഇവരെ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അല്ല അല്ല പ്രഭു, എന്റെ ചോദ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. എന്നെ അനുവദിച്ചാലും. ശരി ശരി, വേഗമാവട്ടെ. മന്ത്രി 4 ഭടന്മാർക്കും ഓരോ മാമ്പഴം വീതം ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞു നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ മാമ്പഴങ്ങൾ 2 ദിവസം നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുക. സൂര്യപ്രകാശം ഏൽക്കരുത്. 3-ാം ദിവസം രാജസന്നിധിയിൽ ഈ മാമ്പഴം ഹാജരാക്കുക. 2 ദിവസത്തിന് ശേഷമോ? 2 ദിവസം കഴിഞ്ഞാൽ ഈ മാമ്പഴങ്ങൾക്ക് എന്ത് സംഭവിക്കും മന്ത്രി? പ്രഭു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊരു സാധാരണ മാമ്പഴമല്ല, ഒരു മാന്ത്രിക മാമ്പഴമാണ്. ഈ മാമ്പഴത്തിന് മധുരമുള്ള, മണമുള്ള, സ്വർണ്ണ നിറത്തിൽ പഴുക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ നമ്മുടെ രാജാവിന്റെ പ്രിയപ്പെട്ട കിരീടം മോഷ്ടിച്ചവന്റെ മാമ്പഴം ഒരിക്കലും പഴുക്കില്ല. ഭടന്മാർ ഭയത്തോടെ പരസ്പരം നോക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 3-ാം ദിവസം ഭടന്മാരോട് മാമ്പഴങ്ങളുമായി വരാൻ ആജ്ഞാപിച്ചു. മാമ്പഴം എനിക്ക് കൈമാറൂ. ഭടന്മാർ മന്ത്രിക്ക് മാമ്പഴം നൽകി. മന്ത്രി ഓരോ മാമ്പഴക്കെട്ടുകളും അഴിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാമ്പഴങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം പച്ചയായിരുന്നു. ഒരു മാമ്പഴം മാത്രം സ്വർണ്ണ നിറത്തിൽ പാകമായിരുന്നു. പ്രഭു, അങ്ങയുടെ കിരീടം എടുത്തത് ഇവനാണ്. എന്ത്? അതെങ്ങനെ മനസ്സിലായി? വിശദീകരിച്ചാലും. പ്രഭു, ഇത് സാധാരണ മാമ്പഴങ്ങളാണ്. ഞാൻ ഒരു മന്ത്രവാദവും ഇതിൽ നടത്തിയിട്ടില്ല. അങ്ങയുടെ കിരീടം മോഷ്ടിച്ചവൻ ഭയന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പച്ച മാമ്പഴത്തിന് പകരം പഴുത്ത മാമ്പഴം വെച്ചു. ബലേവേഷ്, ആരവിടെ? ഇവനിൽ നിന്നും കിരീടം കൈക്കലാക്കി ഈ കള്ളനെ എത്രയും വേഗം തുറങ്കിലടയ്ക്കൂ.
ലോകത്ത് ആരെന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അവസാനം സത്യം പുറത്തു വരും. സത്യം മാത്രമേ വിജയിക്കൂ. സത്യമേവ ജയതേ. കൃഷ്ണപുരം കൊട്ടാരത്തിലെ രാജാവ് പെട്ടെന്നൊരു നാൾ വലിയ ഈശ്വരഭക്തനായി തീർന്നു. തന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം തന്റെ ഭക്തിയാണെന്ന് രാജാവ് വിശ്വസിച്ചു. ഒരു ദിവസം, ആരവിടെ? ഇനി മുതൽ കൊട്ടാരവാസികളും നാമിനെ പോലെ തികഞ്ഞ ഭക്തിയുള്ളവരായിരിക്കണം. സദാസമയവും ദൈവനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. രാജാവിന്റെ കൽപ്പന കേട്ട കൊട്ടാരവാസികളെല്ലാം തികഞ്ഞ ഭക്തന്മാരെ പോലെ അഭിനയിച്ചു പോയി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. രാജപ്രീതിക്കായി അവർ എല്ലായ്പ്പോഴും ദൈവനാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ മന്ത്രി ഈ വക പ്രകടനമൊന്നും കാണിച്ചിരുന്നില്ല. പലരും രാജാവിന് വേണ്ടിയായിരുന്നു ഈ ഭക്തിയൊക്കെ കാണിച്ചിരുന്നതെന്ന് മന്ത്രിക്ക് നന്നായി അറിയാമായിരുന്നു. രാജാവ് മന്ത്രിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു. അതോടെ മന്ത്രിക്ക് ഭക്തി കുറവാണെന്ന് രാജാവ് ഉറപ്പിച്ചു. മന്ത്രിക്ക് എന്താ ഭക്തിയിൽ കുറച്ച് ശ്രദ്ധ കുറവുണ്ടോ? ദൈവനാമം ഉരുവിടുന്നത് നാം കേട്ടിട്ടേയില്ല. ഞങ്ങളും കേട്ടിട്ടില്ല പ്രഭു. മന്ത്രിക്ക് ഈയിടെയായി ഭക്തി കുറവുണ്ടെന്ന് തോന്നുന്നു. ഭക്തിയുടെ വില വഴിയെ മനസ്സിലായിക്കോളും. എന്തായാലും നിങ്ങൾ മുടക്കേണ്ട, ചൊല്ലിക്കോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. രാജാവ് കൊട്ടാരത്തിൽ ഒരു തത്തയെ വളർത്തിയിരുന്നു. തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടിലാണ് അതിനെ വളർത്തിയിരുന്നത്. തത്തയെയും ഈശ്വരനാമം ചൊല്ലാൻ ചക്രവർത്തി പഠിപ്പിച്ചിരുന്നു. തത്ത എപ്പോഴും രാമ, കൃഷ്ണ, ഗോവിന്ദ എന്നൊക്കെ ഉറക്കെ പറയും. രാമ, കൃഷ്ണ, ഗോവിന്ദ. കണ്ടില്ലേ, നീ എത്ര മനോഹരമായിട്ടാണ് ഈശ്വരനാമം ഉരുവിടുന്നത്. ഈ കൊട്ടാരത്തിൽ നാമിന്റെ ഉറ്റ സുഹൃത്തായ മന്ത്രി മാത്രം ഈശ്വരനാമം ഉരുവിടുന്നത് നാം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്തായിരിക്കും അത്? ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. ഉത്തരവ് മഹാരാജൻ. അങ്ങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, താങ്കൾ എന്തുകൊണ്ടാണ് ഈശ്വരനാമം ഉരുവിടാത്തത്? താങ്കൾ ഈ തത്തയെ നോക്കൂ. എത്ര തവണയാണ് ഇത് ഈശ്വരനാമം ഉരുവിടുന്നത്. ഈ ഒരു തത്തയ്ക്കുള്ള അത്ര ഭക്തി പോലും അങ്ങേക്കില്ലാത്തത് വളരെ ലജ്ജാകരമാണ്. പ്രഭു, അങ്ങേക്ക് വിഷമമാകില്ലെങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. എന്താണ്? പറയൂ. ഈ തത്ത ഭക്തി കൊണ്ടല്ല, ഭക്ഷണം കിട്ടാനായി അങ്ങയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് തത്ത ദൈവനാമം ഉച്ചരിച്ചത്. ഇതുപോലെ തന്നെയാണ് കൊട്ടാരത്തിലുള്ള പലരുടെയും അവസ്ഥ. മന്ത്രിയുടെ അഭിപ്രായം രാജാവിന് അത്ര ഇഷ്ടമായില്ല. തന്റെ തത്തയും മറ്റു കൊട്ടാരവാസികളും തന്നെ തൃപ്തിപ്പെടുത്താനല്ല ഈശ്വരനാമം ചൊല്ലുന്നത്. അത് ഭക്തി എന്നുകൊണ്ട് മാത്രമാണ്. ഭക്തിയില്ലാത്ത മന്ത്രിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ, ഇപ്പോഴൊന്നും പറയാനില്ലേ മന്ത്രിക്ക്? എനിക്കിതെല്ലാം തെളിയിക്കാൻ ഒരവസരം തരണം. തീർച്ചയായും. അടുത്ത ദിവസം 2 അറകളുള്ള ഒരു കൂടുമായാണ് മന്ത്രി കൊട്ടാരത്തിലെത്തിയത്. ആ കൂടിന്റെ ഒരറയിൽ രാമൻ ഒരു പൂച്ചയെ അടച്ചിരുന്നു. രാജാവിന്റെ തത്തയെ അതിന്റെ കൂട്ടിൽ നിന്നും എടുത്ത് മന്ത്രി തന്റെ കയ്യിലെ കൂടിന്റെ പൊളിഞ്ഞ അറയിലേക്ക് ഇട്ടു. തത്ത പൂച്ചയെ കണ്ട് ആകെ ഭയന്ന് ചിറകടിച്ച് കൂടിനുള്ളിൽ പറക്കാൻ തുടങ്ങി. മന്ത്രിയുടെ പ്രവൃത്തി അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു രാജാവ്. പ്രഭു, തത്തയോട് ഇനി ദൈവനാമം ചൊല്ലാൻ ആവശ്യപ്പെട്ടാലും? രാജാവ് തത്തയോട് ഈശ്വരനാമം ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു. ആകെ വിളറി പിടിച്ച് കൂടിനകത്ത് ഓടി നടക്കുകയായിരുന്ന തത്തയുണ്ടോ അത് കേൾക്കുന്നു. രാജാവ് എത്ര പറഞ്ഞിട്ടും തത്ത അത് കേട്ട ഭാവം പോലുമില്ല. അത് പൂച്ചയെ കണ്ട് ഭയന്നു പോയിരുന്നു. ഒരുപാട് തവണ പറഞ്ഞിട്ടും തത്തയിൽ നിന്ന് ഒരു വാക്കുപോലും കേൾക്കാതിരുന്നപ്പോൾ രാജാവ് പരാജയം സമ്മതിച്ചു.
നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇവിടെ മറ്റു പലരും എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭക്തി അഭിനയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തെറ്റുപറ്റി. കൽപ്പിച്ചും യാചിച്ചും ഉണ്ടാവുന്ന ഒന്നല്ല ഭക്തി, അത് മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്തി കൂടിയാലും പ്രശ്നമാണ്. അത് ദുർബല മനസ്സിന്റെ ലക്ഷണമാണ്. അവയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രാധാന്യമേറുന്നുവെന്ന് കണ്ടാൽ ഉടൻ ചികിത്സിക്കുക. ഒരു ദിവസം നമ്മുടെ രാജാവ് ഒരു പുസ്തകം വായിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കൊള്ളാലോ. ഇതൊന്ന് നമ്മുടെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കാം. ആരവിടെ? കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോട് വരാൻ പറയൂ. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ രാജാവിന് മുന്നിൽ ഹാജരായി. ഇരിക്കൂ. ഞാൻ മന്ത്രി തന്ന ഈ പുസ്തകം വായിക്കുകയായിരുന്നു. ഇത് വായിച്ചപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ ഞാൻ കാണാനിടയായി. നമ്മുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ ഈ ചോദ്യങ്ങൾക്കുത്തരം അറിയാം എന്ന് നോക്കാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും വിളിപ്പിച്ചത്. ചോദിക്കട്ടെ? ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുഷ്പം ഏത്? രാജാവിന്റെ ചോദ്യം കേട്ട എല്ലാവരും അവരവരുടെ ഉത്തരങ്ങൾ കൊണ്ട് രാജാവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. റോസാപ്പൂവാണ് ഏറ്റവും നല്ല പുഷ്പം. അല്ലല്ല, താമരയാണ് നല്ല പുഷ്പം. ഏയ്, അതാവില്ല, സൂര്യകാന്തിപ്പൂവായിരിക്കും. പക്ഷെ അവരുടെ ഉത്തരങ്ങളിൽ രാജാവ് തൃപ്തനായിരുന്നില്ല. എന്നാൽ അത് പോട്ടെ. അടുത്ത ചോദ്യം, ആരുടെ പാലാണ് ഏറ്റവും നല്ല പാൽ? പശുവിൻ പാൽ. ആട്ടിൻ പാലാണ് നല്ലത്. അല്ലല്ല, എരുമയുടെ പാലാണ് നല്ല പാൽ. കാരണം പറയൂ, വിശദീകരിക്കൂ. അങ്ങനെ ചോദിച്ചാൽ എന്നാൽ അതും പോട്ടെ. അടുത്ത ചോദ്യം, എന്തിനാണ് ഏറ്റവും മധുരമുള്ളത്? കരിമ്പിന്. അല്ല, മാതളനാരകത്തിന്. അല്ല പ്രഭു, മധുര പലഹാരങ്ങൾക്കും മിഠായികൾക്കുമാണ് ഏറ്റവും മധുരമുള്ളത്. പക്ഷെ അവരുടെ ഈ ഉത്തരങ്ങളിൽ ഒന്നും രാജാവ് തൃപ്തനായിരുന്നില്ല. എന്നാൽ അടുത്ത ചോദ്യം, ഏത് ഇലയാണ് നല്ലത്? എന്താ സംശയം? അത് വാഴയില തന്നെ. അല്ലല്ല, വേപ്പിലയാണ് നല്ലത്. അതൊക്കെ പോട്ടെ. അവസാനത്തെ ചോദ്യം കൂടി, ഏത് രാജാവാണ് മികച്ചത്? സംശയം എന്ത്? അത് അങ്ങ് തന്നെ. കൃഷ്ണപുരത്തെ ഒരേ ഒരു രാജാവ്, ദേവദത്തൻ രാജാവ്. ദേവദത്തൻ വാഴട്ടെ. രാജാവ് തന്റെ കൊട്ടാരത്തിലുള്ളവരുടെ വിശ്വസ്തത കണ്ട് വളരെ സന്തോഷിച്ചു. പക്ഷെ അദ്ദേഹം അവരുടെ ഉത്തരങ്ങളിൽ പൂർണ്ണ തൃപ്തനായില്ല. അപ്പോഴാണ് നമ്മുടെ മന്ത്രി അങ്ങോട്ട് നടന്നു വന്നത്. എന്താണ് എല്ലാവരും കൂടി ഒരു കൂടിയാലോചന? ഞാൻ ഇവരോട് എല്ലാവരോടുമായി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. എനിക്ക് തൃപ്തി നൽകുന്ന ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുഷ്പം ഏത്? അത് പരുത്തിപ്പൂവാണ് പ്രഭു. എല്ലാവർക്കുമായി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. നമ്മളെല്ലാം കോട്ടൺ വസ്ത്രങ്ങളല്ലേ ധരിക്കുന്നത്? ഭലേ ബേഷ്, അതുപോലുള്ള ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. അടുത്ത ചോദ്യം, ആരുടെ പാലാണ് ഏറ്റവും നല്ല പാൽ? അതൊരു അമ്മയുടെ പാലാണ് പ്രഭു. കാരണം അവളുടെ കുട്ടി ആരോഗ്യവാനാവാൻ അവളുടെ പാൽ തന്നെ വേണം. മിടുക്കൻ. എന്നാൽ അടുത്ത ചോദ്യം, ഏത് ഇലയാണ് നല്ലത്? ഇലകളിൽ വെറ്റിലയാണ് ഉത്തമം. വെറ്റില കഴിക്കുന്നതിലൂടെ ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്നു. കൊള്ളാം. എന്നാൽ അവസാനത്തെ ചോദ്യം കൂടി, ഏത് രാജാവാണ് മികച്ചത്? എല്ലാ രാജാക്കന്മാരിലും ഏറ്റവും മികച്ചത് ഇന്ദ്രരാജാവാണ്. അവന്റെ ആവശ്യപ്രകാരം മഴ പെയ്യുന്നു, നമുക്ക് നല്ല വിളകൾ ലഭിക്കും. ഇതുമൂലം കർഷകർ ആരോഗ്യകരമായ ധാന്യങ്ങൾ നൽകുന്നു, എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നു. മന്ത്രിയുടെ മറുപടിയിൽ രാജാവ് സന്തുഷ്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഉത്തരങ്ങളും കേട്ട് രാജാവിന് സന്തോഷമായി. മന്ത്രി ഒരിക്കൽ കൂടി തന്റെ ബുദ്ധി വൈഭവം സ്വയം തെളിയിച്ചു.